സർ ഓർഡർ പ്ലീസ്. കച്ചൂൻ ചിക്കൻ സ്റ്റിക്ക് ഹാഫ് പോർഷൻ. ചേച്ചി രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങും. ഞാനും അച്ഛനും പിന്നെ പണിക്കാരൊക്കെ കാണും. പിന്നെ പണിയായി, പാട്ടായി, പരിപാടികളായി, അങ്ങനെ വൈകിട്ട് ഒരു 6 മണി വരെ നിർത്താതെ പണി തന്നെ പണി. അയ്യോ, അപ്പൊ റെസ്റ്റ് ഒന്നും എടുക്കണ്ടടാ? ഛേ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ ഈ പുതിയ തലമുറയിലെ ആൾക്കാരെ പോലെ അല്ലല്ലോ ചേച്ചി. ചേച്ചി ഒരു 20 മണിക്കൂർ വരെയൊക്കെ എനിക്ക് പുഷ്പം പോലെ നിർത്താതെ പണിയെടുക്കാൻ പറ്റും. ചേച്ചി എന്തായാലും നമ്മൾ പുതിയൊരു പണിക്കാരനെ നോക്കല്ലേ. ചേട്ടന് ഇത്രയും പുലിയായ സ്ഥിതിക്ക് നമുക്ക് ചേട്ടനെയും കൂടി. അതെങ്ങനെയാടാ? ഇവൻ വളർന്നു വരുന്ന എഴുത്തുകാരനല്ലേടാ, ഇവനെ കൊണ്ട് എങ്ങനെ നമ്മുടെ ഇവിടെ പണിയെടുപ്പിക്കണേ? അതല്ല, ഒരു റൈറ്റർ എന്ന നിലയിൽ ഒരു വെയിറ്ററുടെ മനോ ഇത് മനസ്സിലാക്കാലോ. എടാ, അത് ഞാൻ കൊള്ളാവുന്ന വല്ല വെയിറ്റർമാരെയും കണ്ട് പഠിച്ചോളാം. നീ പോയി നിന്റെ പണി നോക്ക് മോനെ. ഒരു പൈലറ്റ് റിട്ടയർ ചെയ്താൽ ഓട്ടോറിക്ഷ ഓടിക്കാറില്ല. ഓഹോ, പണ്ഡിതനായിരുന്നല്ലേ ചേട്ടൻ. ഇത്രയും സൂപ്പറാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. അല്ല, അപ്പൊ ചേട്ടൻ പാടത്തൊക്കെ പണിയെടുത്തെന്ന് പറഞ്ഞതോ? എടാ, അത് ഞങ്ങളുടെ സ്വന്തം പാടം. ഓഹോ, ഇത് ചേട്ടൻ്റെ സ്വന്തം കഫേ ആയിട്ട് കണ്ടു, അവ പ്രശ്നം തീർന്നില്ലേ? മോനെ സന്ദീപാനന്ദേ, അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട്ടിലെ ഗ്രാമത്തിലെ പാടത്ത് ശുദ്ധവായിൽ പണിയെടുക്കുന്ന പോലെ അല്ല ഈ എ സിയിലും തണുപ്പത്ത് വരുന്നത്. പൊല്യൂഷൻ, അങ്ങനെ ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അത് സമയട്ടൻ പറയാറുണ്ട്. അവനെന്ത് പറഞ്ഞു? ചേട്ടൻ എന്ത് പണിയാപ്പിച്ചാലും ചേട്ടൻ നൈസായിട്ട് മുങ്ങിക്കളയും, ഒരു പണി എടുക്കൂലെന്ന് സമയട്ടൻ പറഞ്ഞു. മുങ്ങുന്നവൻ്റെ അവനിതപ്പോൾ പറഞ്ഞു. അല്ല, ഞാൻ ചേട്ടനെ പറ്റി എപ്പോൾ എന്ത് ചോദിച്ചാലും പുള്ളി പറയാറുണ്ട്. ഓഹോ, മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ വലിയ ഇഷ്ടമാണല്ലേ. എടാ, ആദ്യം സ്വന്തം ജോലിയോട് കുറച്ച് ആത്മാർത്ഥത കാണിക്കും. നീ പോയി ചായ കൊടുക്കടാ. അല്ല, ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടല്ലോ. എടാ ചക്ക, നീ എന്തറിഞ്ഞിട്ടാണ്? ദേ, എന്നെ ചെക്കാന്ന് വിളിക്കണ്ട, എനിക്കൊരു പേരുണ്ട്. മോനെ, നീ കൂടുതൽ ജാട ഇറക്കല്ലേ. ഞാൻ ഒരു വാക്ക് പറഞ്ഞ പ്രീച്ചേച്ചി തന്നെ അപ്പ പിരിച്ചുവിടും. കാണണോ? അതിലെനിക്ക് സംശയമുണ്ട്. പക്ഷേ ചേട്ടൻ രാവിലെ ഇവിടെ പണിക്ക് വന്നാൽ വൈകുന്നേരം എന്തായാലും പിരിച്ചിടും കേട്ടാ. എടാ, ഇതിനുള്ള മറുപടി ഞാൻ ഇപ്പൊ പറയുന്നില്ല, പക്ഷെ നിന്നെ ശരിയാക്കി തരുന്നുണ്ട്. എന്ത് ശരിയാക്കാൻ? അല്ല, ഞാൻ തമാശ പറഞ്ഞ. സർ, എക്സ്ക്യൂസ് മീ, ഇതിപ്പോഴാണ് കൊണ്ടുവരണേ? അല്ല സാർ, അത് എന്താ സാർ, എത്ര നേരം ഓർഡർ തന്നിട്ട്? സാർ 10 മിനിറ്റ് ആയി. സ്റ്റീക്ക് റെഡി ആവാൻ ഇത്തിരി ടൈം എടുക്കും. ഒരു 5 മിനിറ്റ് ഞാൻ വേഗം എത്തിക്കാം. എന്നാൽ ലേറ്റ് ആവുമെങ്കിൽ ആദ്യമേ പറയാൻ പാടില്ലായിരുന്നോ? അതറിയില്ല എനിക്ക്. അല്ല സാർ, നമ്മളിവിടെ ഫുഡ് ഓർഡർ അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യല്. സാറിന് അത് അറിയാമെന്ന് വിചാരിച്ചു. ഓ, നമ്മൾ പൊട്ടനാണല്ലോ. അല്ല സാർ, അങ്ങനെയല്ല സാർ. സോറി സാർ, ഇപ്പം തന്നെ എടുക്കാം. താനവിടെ നിന്നേ. താൻ ആ കൗണ്ടറിൽ കിടന്ന് കുറേ ബഹളം ഉണ്ടാക്കണ്ടായിരുന്നല്ലോ. അല്ല സാർ, അത് ഇതുപോലെ എത്ര കംപ്ലൈൻറ്റ് വന്നിട്ട് തന്നെ കുറിച്ച്? സാർ, നിലവിൽ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി ആരും ഇവിടെ വരാറില്ല. How dare you talk to me like that? എന്താ പ്രശ്നം? നിങ്ങൾക്കത് മര്യാദയ്ക്ക് നടത്തി കൊണ്ടുപോകുന്നുണ്ടോ? എന്നാ ഇതുപോലെയുള്ളവരെ പറഞ്ഞു വിടാൻ നോക്ക്. എന്താടാ? എന്താ